ഹിന്ദുമത വിശ്വാസപ്രകാരം ഒരു പരബ്രഹ്മമാണുള്ളത്. അതായത് ഒരു പരബ്രഹ്മമാണ് ദൈവസങ്കല്പത്തിൽ ഹിന്ദുമതത്തിലുള്ളത്. ഈ ഒരു പരബ്രഹ്മം ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ എന്നിങ്ങനെ 3 വ്യത്യസ്ത വ്യക്തികളായി 3 വ്യത്യസ്ത ദൈവങ്ങളായി അവർ നിലനിൽക്കുന്നു. അതായത് ബ്രഹ്മാവ് ദൈവമാണ്, വിഷ്ണു ദൈവമാണ്, പരമശിവൻ ദൈവമാണ്. ബ്രഹ്മാവ് എന്ന ദൈവം വിഷ്ണു എന്ന ദൈവമല്ല, വിഷ്ണു എന്ന ദൈവം പരമശിവൻ എന്ന ദൈവമല്ല. എന്നാൽ ഇവർ 3ലും ഒരേ പരബ്രഹ്മം എന്ന ഒരേ സാരാംശമാണ് ഇവരുടെ 3ലും നിലനിൽക്കുന്നത്. ഒരേ പരബ്രഹ്മം, 3 ദൈവങ്ങൾ. തൃത്വം എന്താ പറയുന്നത്? ഒരു ദൈവ സാരാംശം. നിങ്ങളിപ്പോൾ കേട്ടത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തമായ തെളിവുകളോടുകൂടി സമർത്ഥിച്ചിരിക്കുന്ന ആ ഉപദേശപ്രകാരം ദൈവം ത്രിയേക ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആ സമൂഹത്തെ തങ്ങളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരാരോപണമാണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ ഭാഗം ഞാൻ കേൾപ്പിക്കാം. ആര് കേട്ടാലും അദ്ദേഹം പറയുന്നത് വളരെ ശരിയെന്ന് തോന്നുന്നു. എന്നാൽ അതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ചിന്തിച്ച് വചനവും ചേർത്ത് വെച്ച് പഠിച്ചാൽ അദ്ദേഹം ആ കുറ്റം ആരെ ആരോപിക്കുന്നുവോ അദ്ദേഹത്തിന് നേരെയായി തന്നെ തിരിഞ്ഞു വരുന്നതായി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. നമുക്കതിൻ്റെ ചിന്തകളിലേക്ക് കടക്കാം. അതിനു മുൻപ് കഴിഞ്ഞൊരു ദിവസം ഞാൻ യേശുനാമക്കാരുടെ ഉപദേശങ്ങൾ വചനാടിസ്ഥാനത്തിൽ അത് ശാശ്വതമായതും ഉറപ്പുള്ളതും വചനത്തിൻ്റെ പിന്തുണ ഉള്ള ഒരു ഉപദേശമല്ല എന്ന നിലയിൽ ചില ഉപദേശ സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയപ്പോൾ അവരിൽ ചില സഹോദരന്മാർ എനിക്കെതിരെ ഒരു വീഡിയോ ഇത് ചെയ്യുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയാണെന്ന നിലയിൽ അവർ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവരാകട്ടെ അവതരിപ്പിച്ചത് അവരൊരു സൂം മീറ്റിംഗ് ക്രമീകരിച്ചിട്ട് അവരുടെ പാസ്റ്റർമാരോട് തന്നെ അവർ ചോദ്യം ചോദിച്ചു, അവർ തന്നെ മറുപടി പറയുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പ്രതിയുടെ ഭാഗത്തുനിന്ന് തന്നെ സാക്ഷികളെ കൊണ്ടുവന്ന പോലെ ഇരിക്കും ആ കേസ്. എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷെ അവരങ്ങനെ ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഇവർ പലരെയും ഡിബേറ്റിന് വിളിച്ചിട്ടുണ്ട്, എന്നെയും പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ആരും ഇവരുടെ കൂടെ പോകാൻ തയ്യാറാകുന്നില്ല. ഞാൻ പോകാത്തതിൻ്റെ കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഡിബേറ്റ് എന്ന് പറയുന്നത് വചനാനുസൃതമായൊരു കാര്യമല്ല. അതിൻ്റെ കാരണവും ഞാൻ വചനത്തിലൂടെ തെളിയിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് അറിവിൻ്റെ മാറ്റുരയ്ക്കുന്ന മറ്റൊരു രഹസ്യം മറഞ്ഞിരിപ്പുണ്ട്. എനിക്കതിനോട് വലിയ താല്പര്യമില്ല. കാരണം ഡിബേറ്റിൽ പങ്കെടുക്കുന്നവർക്ക് ഞാൻ ജയിക്കണം, എൻ്റെ എതിർകക്ഷി തോൽക്കണം എന്നുള്ളൊരു ചിന്തയാണുള്ളത്. ഇത് ആരെയും തോൽപ്പിക്കാനും ആർക്കും ജയിക്കുവാനും എനിക്ക് അവരെക്കാൾ അറിവുണ്ട്, പാണ്ഡിത്യമുണ്ട് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്താനുള്ള ഒരു അവസരമല്ല. മറിച്ച് വചന ഉപദേശങ്ങളുടെ സത്യം ഇങ്ങനെയാണ് എന്ന് ജനങ്ങളെ ഗ്രഹിപ്പിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിന് വിശുദ്ധ വേദപുസ്തകം ഉണ്ടല്ലോ. അറിയില്ലാത്തവർക്ക് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഞാനും ചെയ്യുന്നത്. പിന്നെ എനിക്ക് മറുപടി തന്ന ഈ കൂട്ടരുടെ ക്ഷണം സ്വീകരിച്ച ആരും ഡിബേറ്റിന് പോകാത്തതിൻ്റെ കാരണമുണ്ട്. അവരെ അടുത്ത് അറിയാവുന്നവർക്കറിയാം. അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തിന് ഉത്തരം മുട്ടിപ്പോയാൽ നമുക്ക് കേൾക്കാൻ കൊള്ളരുതാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇവരുടെ കൂട്ടത്തിലുള്ള മിക്കവരും എനിക്ക് മറുപടി എന്ന് പറഞ്ഞ് ചില വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന മറുപടികൾ ചെയ്ത വീഡിയോയുടെ ലിങ്കുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ യേശുനാമത്തിലായിരിക്കുന്ന സ്നാനം എന്ന് പഠിപ്പിക്കുന്ന ഈ കൂട്ടർ ധാരാളമുണ്ട്. വലിയ കൂട്ടങ്ങളായും ചെറിയ കൂട്ടങ്ങളായും സ്വതന്ത്ര സഭകളായും ധാരാളമുണ്ട്. എന്നാൽ ഇവിടെ കഴിഞ്ഞൊരു ദിവസം എനിക്കെതിരെ വീഡിയോ ചെയ്ത പാർട്ടികളും സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന ഈ വ്യക്തിയും സ്നാനം യേശുവിൻ്റെ നാമത്തിലായിരിക്കണം എന്ന് പഠിപ്പിക്കുമ്പോഴും ചില ഉപദേശങ്ങളിൽ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം എനിക്ക് എതിരെ വീഡിയോ ചെയ്ത ആ വിഭാഗക്കാർ അവർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ പാപത്തിൻ്റെ മോചനവും ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നു. കാരണം പത്രോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായി
സ്നാനമേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാകാതെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗക്കാരാണ് അവർ. എന്നാൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ ഉൾപ്പെട്ട് നിൽക്കുന്ന വിഭാഗം അങ്ങനെ സ്നാനത്തിലൂടെ പാപമോചനം ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന കൂട്ടർ അല്ല എന്നാണ് എൻ്റെ ഒരു പഠനം. ഇവിടെ ഇവർ ഡിബേറ്റിന് വിളിച്ചിട്ട് ഞാൻ പോകാത്തതിൻ്റെ കാരണം, ഒന്ന്, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ആരും ആ കൂട്ടത്തിലില്ല. കാരണം ഇവരെനിക്ക് മറുപടി എന്ന നിലയിൽ തന്നിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയല്ല. കഴിഞ്ഞ ദിവസം എന്നെ എൻ്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ബ്രദർ ഡേവിഡ് ഞങ്ങളുടെ കൂടെ ഒരു സംവാദത്തിന് വരണമെന്ന് 3 ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ 3 പേരുടെ അടുക്കൽ ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറയാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ സമയം ചെലവഴിച്ചിട്ട് കാര്യമുള്ളൂ. നമ്മൾ ഈ ഒരു ജോലിക്കൊക്കെ ഇൻ്റർവ്യൂവിനോ ഒക്കെ പോകുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതെന്തിനെന്ന് ചോദിച്ചാൽ അവരെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ അവർ പ്രാപ്തിയുള്ളവരാണോ, അവർക്കതിന് കഴിവുണ്ടോ എന്നറിയാനാണ് ജോലിക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത്. ഇവിടെ ഞാനും അവരുടെ കൂടെ ഡിബേറ്റിനല്ല, മറിച്ച് ഒരു സ്നേഹ സംഭാഷണത്തിന് സമയം ചിലവഴിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ ചോദ്യങ്ങൾ അവർ ഗ്രഹിക്കുകയും അതിന് ഘനമേറിയ മറുപടികൾ തരാൻ അവർക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ കേട്ട സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ, അദ്ദേഹത്തിന് കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനുമുള്ള കഴിവുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ കേൾപ്പിച്ച ആ ഒരു ആശയത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ഹൈന്ദവ വിശ്വാസം, അതായത് ത്രിമൂർത്തികൾ, അതുപോലെയാണ് ബൈബിളിൽ തൃത്വം വിശ്വസിക്കുന്ന വിശ്വാസികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ പ്രഥമ കേൾവിയിൽ നമുക്ക് അങ്ങനെ തോന്നിയേക്കാം. പക്ഷേ ഒന്നും കൂടി വിലയിരുത്തി ചിന്തിച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്ക്. യേശുനാമക്കാരാണോ അതോ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ ഹൈന്ദവ ഉപദേശത്തോട് സാമ്യപ്പെട്ട് കിടക്കുന്നതെന്ന് ഇന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ ആദ്യം അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങൾ മുഴുവനും ഒന്ന് കേട്ടു നോക്ക്. ഹിന്ദുമത വിശ്വാസപ്രകാരം ഒരു പരബ്രഹ്മമാണുള്ളത്. അതായത് ഒരു പരബ്രഹ്മമാണ് ദൈവസങ്കല്പത്തിൽ ഹിന്ദുമതത്തിലുള്ളത്. ഈ ഒരു പരബ്രഹ്മം ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ എന്നിങ്ങനെ 3 വ്യത്യസ്ത വ്യക്തികളായി 3 വ്യത്യസ്ത ദൈവങ്ങളായി അവർ നിലനിൽക്കുന്നു. അതായത് ബ്രഹ്മാവ് ദൈവമാണ്, വിഷ്ണു ദൈവമാണ്, പരമശിവൻ ദൈവമാണ്. ബ്രഹ്മാവ് എന്ന ദൈവം വിഷ്ണു എന്ന ദൈവമല്ല, വിഷ്ണു എന്ന ദൈവം പരമശിവൻ എന്ന ദൈവമല്ല. എന്നാൽ ഇവർ 3ലും ഒരേ പരബ്രഹ്മം എന്ന ഒരേ സാരാംശമാണ് ഇവരുടെ 3ലും നിലനിൽക്കുന്നത്. ഒരേ പരബ്രഹ്മം, 3 ദൈവങ്ങൾ. തൃത്വം എന്താ പറയുന്നത്? ഒരു ദൈവ സാരാംശം. പിതാവ് എന്ന ദൈവമുണ്ട്, പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവ് ദൈവമുണ്ട്. പിതാവായ ദൈവമല്ല പുത്രനായ ദൈവം, പുത്രനായ ദൈവമല്ല പരിശുദ്ധാത്മാവ് ദൈവം. അപ്പോൾ ഒരേ സാരാംശമുള്ള 3 ദൈവങ്ങളെന്ന് തൃത്വം പഠിപ്പിക്കുന്നു. ബ്രഹ്മാവല്ല വിഷ്ണു, വിഷ്ണുവല്ല പരമശിവൻ എന്ന് ഹിന്ദുക്കൾ പഠിപ്പിക്കുമ്പോൾ പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവെന്ന് ഈ തൃത്വ വിശ്വാസികൾ പഠിപ്പിക്കുന്നു. ഇത് ഈ ഹിന്ദുക്കളുടെ ത്രിമൂർത്തി ദൈവസങ്കല്പമാണെങ്കിൽ തൃത്വക്കാരുടെയും ത്രിമൂർത്തി ദൈവസങ്കല്പമാണെന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ല, കേട്ടല്ലോ. ഹൈന്ദവ വിശ്വാസപ്രകാരം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിങ്ങനെ 3 ദൈവങ്ങളായി നിൽക്കുന്നു. അപ്പോൾ തന്നെ പരമാത്മാവ് എന്നുള്ള ആ ഒരു ബന്ധത്തിൽ അത് ഏകദൈവമായി നിലനിൽക്കുന്നു. അത് തന്നെയാണ് ക്രിസ്ത്യാനികൾ തൃത്വം വിശ്വസിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ എളുപ്പത്തിന് ഒന്നും കൂടി ഇവ തരംതിരിച്ച് പറയാം. ക്രിസ്ത്യാനിത്വത്തിലെ തൃത്വത്തില് ഒരു ദൈവം 3 വ്യക്തികൾ. എന്നാൽ ഹൈന്ദവ ത്രിമൂർത്തികളിൽ 3 പേരും 3 ദൈവങ്ങൾ. അതായത് ഹൈന്ദവ വിശ്വാസപ്രകാരം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവരുടെ ഓരോ ഡ്യൂട്ടികളുണ്ട്. ആ ഡ്യൂട്ടികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എല്ലാം സൃഷ്ടിക്കുന്നു, വിഷ്ണു എല്ലാം നിലനിർത്തുന്നു, ശിവൻ അതിനെ സംഹരിച്ച് വീണ്ടും പുതിയതാക്കി മാറ്റുന്നു. ഇതാണ് അവരുടെ വിശ്വാസം. ഹൈന്ദവ വിശ്വാസത്തിൽ ഇതൊന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഇവരുടേതായ കർത്തവ്യങ്ങൾ ചെയ്തു തീർന്നു കഴിയുമ്പോൾ ഇവ 3ഉം ചേർന്ന് ഒന്നായി പരമാത്മാവിൽ ലയിക്കുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം. അങ്ങനെയെങ്കിൽ ഇന്ന് ത്രിമൂർത്തികളായി 3 ദൈവങ്ങളായി കാണപ്പെടുന്ന വെളിപ്പെട്ടിരിക്കുന്ന ഇവർ ഒടുവിൽ ലയിച്ച് ഒന്നായി തീരുന്ന ഒരു അനുഭവമുണ്ടെന്ന് ഹൈന്ദവ വിശ്വാസം പഠിപ്പിക്കുമ്പോൾ ബൈബിൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3ഉം 3ആയി നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ്
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ യേശു മനുഷ്യരൂപത്തിൽ ലോകത്തിൽ വരുന്നത് വരെ, ഇതിൻ്റെ ഇടയിൽ ഒരു 400 സംവത്സരം ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയുള്ള കാലം മുഴുവൻ യഹോവ ജനത്തോട് ഇടപെട്ടിരുന്ന കാലവും ജനത്തോട് സംസാരിച്ചിരുന്ന കാലവും. എന്നാൽ യേശുവിന് 30 വയസ്സ് പ്രായമായത് മുതൽ സ്വർഗാരോഹണം വരെ യേശു മനുഷ്യനോട് സംസാരിക്കുന്ന കാലം. ഇക്കാലത്തിൽ പിതാവ് ഉണ്ടെങ്കിലും പിതാവ് മനുഷ്യരോട് ആരോട് നേരിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. യഹോവ ഇടപെട്ടിരുന്ന കാലത്ത് പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നുവെങ്കിൽ പുത്രൻ എന്ന് ഉദ്ദേശിച്ചത് മറിയമിലൂടെ ജനിച്ച യേശു അല്ല. പിന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറയുന്ന ആ വചനം എന്ന പേരിൽ അറിയപ്പെടുന്ന ദൈവത്വം. ആ ദൈവത്വം മനുഷ്യരോട് നേരിട്ട് ഇടപെട്ടതായി കാണുന്നില്ല. പൗലോസിന്റെ ലേഖനത്തിൽ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുമ്പോൾ ഈ ക്രിസ്തുവിനെ അക്കാലത്ത് മോശ ആത്മാവിൽ കണ്ടിട്ടുണ്ട് എന്ന് ഗ്രഹിക്കാൻ കഴിയും. കാരണം അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നെന്നും 110-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ദാവീദ് ഈ ക്രിസ്തുവിനെ ആത്മാവിൽ കണ്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം കർത്താവ് എൻ്റെ കർത്താവിനോട്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ മോശ ഈ ക്രിസ്തുവിനെ ആത്മാവിൽ കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം ക്രിസ്തുവിന്റെ നിന്ന താൻ ഏറ്റെടുത്തു. അപ്പോൾ പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്നെങ്കിലും വെളിപ്പെടുകയോ മനുഷ്യരുമായിട്ട് സംസാരിക്കുകയോ സമ്പർക്കം പുലർത്തുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ യേശുവിന് 30 വയസ്സ് പ്രായമായത് മുതൽ സ്വർഗാരോഹണം വരെ യേശു ഇടപെട്ട കാലം. അതിനുശേഷം ഞാൻ പോയി വേറൊരു കാര്യസ്ഥൻ, ശ്രദ്ധിക്കണം, ഞാൻ പോയി വേറൊരു വേഷത്തിൽ വരാമെന്നല്ല, ഞാൻ പോയി വേറൊരു കാര്യസ്ഥനായി വരാം. കാരണം വേറൊരു കാര്യസ്ഥൻ വരും. ആ കാര്യസ്ഥന്റെ കാലമാണ് ഇപ്പോൾ. കാഹളം മുഴങ്ങുന്നത് വരെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന്റെ കാലമാണ്. പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതേ സമയം തന്നെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ കാര്യസ്ഥനായി നിൽക്കുമ്പോൾ ക്രിസ്തു സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് മറ്റൊരു കാര്യസ്ഥനായി നിൽക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് ഒന്നിൽ നിന്ന് വേർവിട്ട് നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇതോ തൃത്വം വിശ്വസിക്കുന്ന ഞാനോ എന്നെപ്പോലുള്ളവരോ മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയല്ല. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായി വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, എത്ര ദൈവങ്ങൾ ഉണ്ടെന്നൊരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. ഞാൻ എന്നാൽ ചില വചനങ്ങൾ നിങ്ങളോട് പറയാം. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുന്നു, അവനെ ഞാനും സ്നേഹിക്കുന്നു. എന്നിട്ട് യേശു പറയുന്നു, ഞങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വന്ന് അവനോടുകൂടി പാർക്കും. ആ ഇങ്ങൾ എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോണം കേട്ടോ. അതിനു മുൻപ് യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ പറയുന്നു, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും? ആരാ ഞങ്ങൾ? അതാരൊക്കെയാണെന്ന് നിങ്ങൾ വചനത്തിലൂടെ കണ്ടെത്തിക്കോണം. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുമ്പോൾ പറയും 3 ദൈവങ്ങളുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചെന്ന് വരും. അപ്പൊ അതിലും ഭേദം ഈ ഞങ്ങൾ കേൾപ്പിച്ചത് ആരാണ് ഞങ്ങൾ എന്നവിടെ വ്യക്തമായി ആ ഭാഗം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ ആർ നമുക്ക് വേണ്ടി പോകും എന്ന് യെശയ്യാപ്രവചനത്തിൽ ചോദിക്കുന്ന ഈ നമുക്ക് എന്ന് പറയുന്നത് ആര് പറയുന്നു, ആരെ ഉൾപ്പെടുത്തി പറയുന്നു എന്നും കൂടി കണ്ടെത്തിക്കൊള്ളണം. എന്നാൽ അതിനു മുൻപായി ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, വരുവിൻ നാം ഇറങ്ങിച്ചെന്നു. ഈ നാം എന്ന് പറയുന്നത് ആരെയാണ് വിളിച്ചത് എന്ന് കണ്ടെത്തിക്കോണം. അന്ന് അതിനു മുൻപ് പറയുന്നു, നമ്മിൽ ഒരുവനെ പോലെ ആയി തീരാതിരിക്കേണ്ടതിന് അതാരൊക്കെയാണ് എന്ന് ഉദ്ദേശിക്കണം. ഈ പറയപ്പെടുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണെങ്കിൽ ഇവരിൽ ആരാണ് ദൈവമെന്ന് യേശുനാമക്കാർ പറയണം. യേശുവാണ് ദൈവമെങ്കിൽ പിതാവ് പിന്നെ ആരാണ്? പിതാവാണ് ദൈവമെങ്കിൽ യേശു പിന്നെ ആരാണ്? ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണവും പറയാം. യേശു ഒരിക്കൽ പറഞ്ഞു, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നവരെ ഇവരും നമ്മളിൽ ഒന്നായിരിക്കേണ്ടതിന്. അപ്പോൾ ഈ ആരൊക്കെ ഇവര്? 12 ശിഷ്യന്മാർ അല്ലെങ്കിൽ 11 ശിഷ്യന്മാർ. ആ 11 ശിഷ്യന്മാർ
ഈ യേശുനാമക്കാർ പറയും പോലെ യഹോവ തന്നെയാണ് യേശു, യേശു തന്നെയാണ് യഹോവ എങ്കിൽ ഇവിടെ അതുപോലെ ഇവരും ഒന്നായി കാണുമ്പോൾ മത്തായി തന്നെയാണ് പത്രോസ്, പത്രോസ് തന്നെയാണ് അന്ത്രയോസ്, അന്ത്രോസ് തന്നെയാണ് യോഹന്നാൻ എന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ അതും ആ വാദവും യോജിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ സത്യം. പിന്നീട് നമുക്ക് കടന്നു പോന്നാൽ, ഞാൻ എല്ലാ തെളിവുകളും ഇപ്പോൾ നിരത്തുന്നില്ല, ധാരാളം തെളിവുകൾ ചൂണ്ടിക്കാണിപ്പാനുണ്ട്. വേറിട്ട് ചിന്തകൾ എന്നുള്ള ചാനൽ ആദ്യം മുതൽ കേൾക്കുന്നവർക്കറിയാം, ഇതിനോടകം വളരെ 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 തെളിവുകൾ നിരത്തി കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനും മാറി നിൽക്കുന്ന കുഞ്ഞാട് ഒരുവനും, അതിനൊക്കെ ഇവർ വേറെ വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. ആ വ്യാഖ്യാനത്തെക്കുറിച്ച് തന്നെ വേണമെങ്കിൽ നമുക്കൊരു പഠന ക്ലാസ് വേറെ തയ്യാറാക്കാം, ഈ കൂട്ടത്തിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇനി ഇത് വ്യത്യസ്തങ്ങളായി നിൽക്കുന്നു എന്നുള്ള തെളിവ്, യേശു സ്നാനപ്പെടുന്ന സമയത്ത് യേശു ജഡരൂപത്തിൽ യോർദാന്റെ കരയിൽ നിൽക്കുന്നു. അപ്പോൾ ഇതാ മുകളിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതാരായിരിക്കണം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞത് ആരായിരിക്കണം? നിശ്ചയമായും പിതാവാണല്ലോ. എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിലിരിക്കുന്നു. ഈ അശുദ്ധി എവിടുന്ന് വരാൻ സാധ്യത? ഒരു അതരത്തിൽ നിന്നായിരിക്കണമല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണല്ലോ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു ബോഡി ഉണ്ടായത്. അതെ, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ യേശുവിന്റെ ശരീരത്തിൽ വന്നിറങ്ങുന്നു. ഇവിടെ 3 പേര് സ്പഷ്ടമായോ? ഈ 3 പേരെ 1 യോഹന്നാൻ 5:7 പറയുന്നു, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ടെന്ന്. 3. അപ്പോൾ വചനത്തിലുടനീളമായി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ധാരാളം തെളിവുകൾ ഇവർ 3 നിൽക്കുന്നതായി കാണുന്നു. ഇനി ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പുന്നക്കൽ സാർ പറഞ്ഞത്, ഹൈന്ദവ വിശ്വാസത്തിൽ ത്രിമൂർത്തികൾ, അവര് 3 പേരും 3 ദൈവങ്ങളായി നിൽക്കുന്നു. പക്ഷേ ഒടുവിൽ അവർ ഒന്നിച്ച് ചേരുമല്ലോ, ചേരും, ഒന്നായി മാറുമല്ലോ, മാറും. അതായിരിക്കാം നിങ്ങൾ പറയുന്നത് സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്ന, അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായി തീരുമല്ലോ. നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലും അങ്ങനെ വരണമല്ലോ, വരണം. ശരി, അങ്ങനെയെങ്കിൽ വിശുദ്ധ വചനപ്രകാരം തൃത്വം വിശ്വസിക്കുന്നവർ പറയുന്നു, ഇവർ 3 ആളുകളായി, വ്യക്തിത്വങ്ങളായി തന്നെ നിലനിൽക്കുന്നു. നിത്യതയിലും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. കാരണം ലോകത്തിൽ നടക്കാനുള്ള സകല സംഭവങ്ങളും നടന്നതിന് ശേഷം, ഒടുവിലത്തെ ശത്രുവായ മരണത്തെ പോലും നീക്കിയതിനു ശേഷം പുത്രൻ താനും പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. രണ്ടാളത്വങ്ങളാണോ? അതോ ഒരാള് ആൾക്ക് തന്നെ കീഴടങ്ങിയിരിക്കുമെന്നാണോ? അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ശരീരവും അതേ മാറി നിൽക്കുന്ന കുഞ്ഞാടാകുന്നവന്റെ ശരീരവും എന്നാണ് ലയിച്ച് ഒന്നാകുന്നത്? 2 മെഴുകുതിരികൾ ഒരുമിച്ച് തന്നാൽ നിങ്ങൾക്കത് ചൂടാക്കി ഒരച്ചിനകത്ത് കയറ്റി ഒഴിച്ച് അതിനെ ഒരു മെഴുകുതിരിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഖരാവസ്ഥയിൽ കണ്ട 2 പീസുകളെ നിങ്ങൾക്കതിനെ ഒരുക്കി ഒന്നാക്കി മാറ്റാൻ കഴിയും. ഇവിടെ സിംഹാസനത്തിലിരിക്കുന്ന ശരീരവും മാറി നിൽക്കുന്ന കുഞ്ഞാടാകുന്ന ശരീരം ഇതുപോലെ ഒരുക്കി ഒന്നാക്കുമോ? ഇത് മറ്റാരുമല്ല ഇതിന് മറുപടി പറയേണ്ടത്, സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന സാർ തന്നെ ഇതിന് മറുപടി പറയണം. കാരണം വിശുദ്ധ വേദപുസ്തകം ശക്തമായി പഠിപ്പിക്കുന്ന വിശുദ്ധ പരിശുദ്ധ ഉപദേശം എന്ന് പറയാം. കാരണം ദൈവികമായതുകൊണ്ട് പരിശുദ്ധമെന്ന് പറയാം. അത്രയ്ക്കും ശുദ്ധമായ ഉപദേശത്തെ, ശുദ്ധമായ വിശ്വാസത്തെ കബളിപ്പിച്ചത് കൊണ്ട് താങ്കൾ തന്നെ മറുപടി പറയണമെന്ന് ഞാൻ ശഠിക്കുന്നു. ഇവിടെ നമുക്ക് കൊണ്ടെത്തിക്കാം. അവസാനം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഈ ത്രിമൂർത്തികൾ എങ്ങനെ തൃത്വവിശ്വാസം അല്ലെങ്കിൽ ഈ ദൈവിക വിശ്വാസം ഹൈന്ദവ വിശ്വാസത്തിൽ കൊണ്ട് എവിടെ ചേർക്കുമെന്ന് ഇതിനകത്ത് തെളിയിച്ചു തരാം. ഒരു കാര്യം സത്യമായോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വെളിപ്പെട്ടെന്ന്. ഓക്കെ, നിങ്ങൾ പറയുന്നു പിതാവ് തന്നെ പുത്രനായിട്ട് വന്നു. ശരി, അപ്പോൾ പിതാവ് മുകളിലുണ്ട്, പുത്രൻ താഴെയുണ്ട്. ഇല്ലെങ്കിൽ സ്വർഗം കാലിയാകുമല്ലോ. ഈ പുത്രൻ തന്നെ പരിശുദ്ധാത്മാവായിട്ട് വന്നു. പുത്രൻ മുകളിൽ ക്രിസ്തുവായിട്ട് മഹാപുരോഹിതനായിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് താഴെയുണ്ട്. ഇനി ഇവർ 3 കാരണം 3 എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 5:7 പറയുന്നുണ്ട്. എന്ത്? ഇവർ 3 ഒന്നാകുന്നു.
യേശു പറഞ്ഞല്ലോ, ഞങ്ങൾ വന്ന് അവനോടുകൂടി പാർക്കും. അപ്പോൾ ഈ പറയുന്ന ഞങ്ങൾ, അതായത് മൂവർ, ഈ മൂവർ എന്നാണ് ഹൈന്ദവ വിശ്വാസം പോലെ ഒന്നാകുന്നത്? സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ ഇതിന് മറുപടി പറയണം. കാരണം താങ്കളുടെ ചാനലിലൂടെ താങ്കളുടെ സംവാദം കേട്ട് താങ്കളെ ബഹുമാനിക്കുന്ന അനേകരുമുണ്ട്. ഞാനും അതിനകത്ത് ഉൾപ്പെട്ടതാണ്. ഇത് മറ്റൊരു മതത്തിന്റെ ഉപദേശത്തെക്കുറിച്ച്, വിശുദ്ധ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉപദേശമല്ല. മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ താങ്കളുടെ സംവാദം വളരെ ബഹുമാനിക്കത്തക്ക നിലയിൽ ഉന്നത നിലവാരത്തിലുള്ളതാണ്. പക്ഷേ ഇവിടെ വിശുദ്ധ ബൈബിളിനോടുള്ള ബന്ധത്തിൽ താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് അടിമാലിൽ നിന്ന് ഈ സഹോദരൻ ചോദിക്കുകയാണ്, ഇവർ മൂവർ എന്ന് ഒന്നാകും, എങ്ങനെ ഒന്നാകും? ഹൈന്ദവ വിശ്വാസപ്രകാരം ബ്രഹ്മാവും വിഷ്ണുവും ശിവനും തങ്ങളുടെ ദൗത്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം പരമാത്മാവിൽ ലയിച്ച് ഒന്നാകുന്നത് പോലെ, താങ്കൾ പറയുന്നത് പോലെ യഹോവ തന്നെ യേശുവായി വന്നു. അപ്പോൾ യഹോവ സ്വർഗത്തിലുണ്ട്, യേശു ഭൂമിയിലുണ്ട്. യേശു തന്നെ പരിശുദ്ധാത്മാവ് വന്നു, ക്രിസ്തു മുകളിലുണ്ട്, പരിശുദ്ധാത്മാവ് താഴെയുണ്ട്. യോഹന്നാൻ പറയുന്നു, ഇവർ മൂവർ എന്ന് ഒന്നായിത്തീരും. അങ്ങനെ ഒന്നായിത്തീരുന്നുവെങ്കിൽ ഹൈന്ദവ വിശ്വാസമായ ത്രിമൂർത്തികളെ കുറിച്ചുള്ള വിശ്വാസം പോലെ നിങ്ങളുടെ ഉപദേശമല്ലേ സഹോദരാ അതിനോട് സാമ്യപ്പെട്ട് കിടക്കുന്നത്? വിശുദ്ധ വേദവസം പഠിപ്പിക്കുന്ന തൃത്വോപദേശം അന്നും ഇന്നും തൃത്വമായി തന്നെ നിലനിൽക്കും. കാരണം ഒടുവിലത്തെ ശത്രുവായ മരണത്തെ നീക്കിയിട്ട് പിതാവ് പുത്രൻ താനും ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് ദൈവത്തിന് പിതാവിന് കീഴടങ്ങിയിരിക്കുന്നു പറയുമ്പോൾ രണ്ട് ആളത്വങ്ങൾ അവിടെ ഇല്ലേ സഹോദര? അപ്പോൾ ഇതിന്റെ അടക്കം മറുപടി യേശുനാമക്കാരുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് പഠിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ തൃത്വം വിശ്വസിക്കുന്ന ഈ സമൂഹത്തെ കുറ്റം പറയുന്ന സഹോദരന്മാരാരെങ്കിലും സംവാദത്തിന് തയ്യാറാകുന്നുവെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഈ കിടക്കുന്നു. ഇതിന് മറുപടി ഈ ഫോൺ നമ്പറിൽ വിളിച്ചുകൊണ്ട് പറയാമെങ്കിൽ നിങ്ങളിൽ ആര് വിളിച്ചാലും ഞാൻ സംവാദത്തിന് വരാം. മറുപടി ഇല്ല എങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ആക്കല്ലേ. പിന്നെ എൻ്റെ വീഡിയോയുടെ അടിയിൽ ആരോ കമന്റ് ഇട്ട് തൃത്വമല്ല ത്രിയേകത്വം ആണെന്ന് പറഞ്ഞു. ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, ഈ തൃത്വം എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഉണ്ട്, ആ വാക്കിന്റെ അർത്ഥമോ അതിന്റെ ഒരു വിശദീകരണമോ തരാമോ എന്ന് ചോദിച്ചു. ഇതുവരെ മറുപടി വന്നിട്ടില്ല. ആ സഹോദരൻ ഈ വീഡിയോയും കേൾക്കുന്നുവെങ്കിൽ ദയവായി ഇതിന്റെ അടിയിലെങ്കിലും തൃത്വം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, അതിനൊരു വിശദീകരണം തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സെബാസ്റ്റ്യൻ പുന്നക്കൽ സാറിനോട് പറയുന്നു, ഹൈന്ദവ വിശ്വാസം പോലുള്ള ത്രിമൂർത്തി വിശ്വാസം ഞങ്ങൾക്കല്ല ഉള്ളത്, നിങ്ങൾക്കാണ്. കാരണം 3 ആളത്വങ്ങളായി വെളിപ്പെട്ട അത് അവരുടെ കർത്തവ്യങ്ങൾ പൂർത്തീകരിച്ച് പരമാത്മാവിൽ ലയിച്ചു ചേർന്നു. അങ്ങനെ ഹൈന്ദവ വിശ്വാസപ്രകാരം പരബ്രഹ്മം എന്നുള്ളതായ ഒരൊറ്റ വിശ്വാസത്തിലേക്ക് വരുന്നത് പോലെ നിങ്ങൾ പറയുന്നു ഇവിടെ 3ആയി വെളിപ്പെട്ട ആ ആളത്വങ്ങൾ ലയിച്ചു ഒന്നായിത്തീരുമെന്ന്. അതെന്താണെന്ന് വിശുദ്ധ വേദവസ്തം പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്ന വേദപുസ്തകത്തിൽ ഞങ്ങൾ വായിച്ചതും കണ്ടെത്തിയതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ വിഷയം, ഒടുവിൽ നിത്യതയിൽ പുത്രൻ താനും പിതാവിന് കീഴടങ്ങിയിരിക്കും. ഇനി ബാക്കി ഇതിന്റെ പ്രതികരണം വന്നാൽ ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് കേൾക്കാം. പരമാവധി ഈ വീഡിയോ ജനങ്ങളിൽ എത്തിക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ അനേകർ ദുരുപദേശത്തിന്റെ കെട്ടുകളിൽ നിന്ന് പുറത്ത് ചാടി വരുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.